ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ കേട്ടോ. മാത്രമല്ല മുടിക്ക് തീരെ ഉള്ളില്ല എന്നുള്ളതും, കോഴിവാല് പോലെ അത്രയും തിന്നായിട്ടാണ് ഞങ്ങളുടെ മുടി ഇരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് എങ്ങനെ കട്ടി കൂട്ടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. മുടി 4 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനും അതുമാത്രമല്ല മുടിയുടെ കൊഴിച്ചിൽ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പാക്കിൻ്റെ റെമഡിയാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ പാക്കൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാക്ക് കഴുകി കളയുമ്പോൾ തന്നെ ഒത്തിരി മുടി നമുക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുടി പോലും കൊഴിഞ്ഞു പോവില്ല. അത്രയും അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് കണ്ട് മനസ്സിലാക്കും. അപ്പോൾ ഗൈസ് നമ്മളിതാ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുതിർത്തി വെച്ചിട്ടുള്ള ഉഴുന്നാണ്. ഒരു 4-5 മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നന്നായിട്ട് അതങ്ങ് കുതിർന്ന് വരും. പിന്നീട് നമ്മളതൊരു മിക്സി ബൗളിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുതിർത്തിയിട്ടുള്ള വെള്ളവും ആ ഒരു ഉഴുന്നും പാടെ നമ്മളങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ഫൈനായിട്ട് അങ്ങ് അരച്ച് കൊണ്ടുവരാം കേട്ടോ. നല്ല മഷി പോലെ അങ്ങ് അരച്ച് കിട്ടിക്കോട്ടെ. എന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. കുറച്ചൊന്നല്ല, 2 ഇൻഗ്രീഡിയൻറ്റ് അത്ര മാത്രം മതി കേട്ടോ. അതും കൂടി ചേർത്തിട്ടാണ് നമ്മളൊരു പാക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഉഴുന്ന് ഞാനൊരു വേറൊരു പാത്രത്തിനകത്തേക്ക് അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. പണ്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഫൈൻ പേസ്റ്റ് ആക്കി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 2 പിടി ഉഴുന്ന് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങളുടെ മുടിക്ക് അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു മുട്ടയുടെ വെള്ള ചേർക്കുന്നുണ്ട്. മഞ്ഞ ചേർക്കേണ്ട കാര്യമില്ല, വെള്ളം മാത്രം മതി കേട്ടോ. അത് ഇതിനകത്തേക്ക് അങ്ങ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഈ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്നുണ്ടല്ലോ, 2 പിടി കുതിർത്തെടുത്തിട്ടുള്ള അരച്ച് മാറ്റിയിട്ടുള്ള ഉഴുന്നാണിത്. അത് ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ചേർക്കുന്നില്ല, കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതെനിക്ക് എൻ്റെ ഫേസിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടിപൊളിയാണ്. നല്ല ബ്ലീച്ചിങ് പ്രോപ്പർട്ടി നമ്മുടെ ഈ ഒരു ഉഴുന്നിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് വൈറ്റൈൻ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരാളാണ്. ഈ ഉഴുന്നിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കുറച്ച് ഉഴുന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി ഉഴുന്ന് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു മുട്ടയുടെയും അതുപോലെ തന്നെ ആ ഒരു തൈരിനകത്തേക്ക് നമ്മളങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിക്ക് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടേത് മുടിയിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്യാനൊക്കെ മുന്നായിട്ട് നമ്മൾ അല്പം എണ്ണ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗൈസ്, മുടിയുടെ താഴ്ഭാഗം ഗോൾഡൻ കളർ നമ്മൾ കളർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുടിയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ, ബ്ലാക്ക് അല്ലാതെ ഒരു ഗോൾഡൻ കളറായിട്ട് ഇരിക്കുന്നത്. അപ്ലൈ ചെയ്യുന്ന ഈ ഒരു റെഡ് കളർ ഓയിൽ നമ്മൾ സെയിലാക്കുന്ന ഓയിലാണ് കേട്ടോ. നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ ഹെയർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്തിടാവുന്നതാണ്. ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് നമുക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചു നിർത്തിയ പോലെ നമുക്ക് നിന്ന് കിട്ടും കേട്ടോ. മാത്രമല്ല മുടിക്ക് നല്ല നീളം കിട്ടാനായിട്ടും അതുപോലെ തന്നെ നല്ല ഉള്ളു വെക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഓയിൽ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു ഓയിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിൽ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നീടാണ് നമ്മൾ ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്ലൈ ചെയ്ത് മാക്സിമം ഒരു 20-25 മിനിറ്റ് അത്ര മാത്രം വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് ശിക്കക്കായയുടെ പൗഡർ ഇട്ടിട്ടോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പു ഒക്കെ ഉപയോഗിച്ചിട്ടോ ഒന്ന് കഴുകി വരാവുന്നതാണ് കേട്ടോ. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണയെങ്കിലും നമ്മളിത് ചെയ്തു വരേണ്ടതാണ് കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. കാരണം നമ്മളിത് ഉപയോഗിച്ച് കഴുകി നമ്മുടെ മുടിയൊക്കെ നന്നായി ഡ്രൈ ആയതിനു ശേഷം ഒന്ന് കോംബൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മുടി പോലും കൊഴിഞ്ഞു വരത്തില്ല. അതുപോലെ തന്നെ മുടി നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടിരിക്കും. നമ്മളിതിനകത്ത് മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തൈര് നല്ല രീതിയിൽ നമ്മുടെ മുടിനെ ഡ്രൈ ഔട്ട് ആക്കാതെ നല്ല മോയ്സ്ചറായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.